കപ്പാസിറ്ററിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു ടൈപ്പ് പ്രോബ്ലം ആണ് ഷെയറിംഗ് ഓഫ് ചാർജസ്. ഷെയറിംഗ് ഓഫ് ചാർജസ് എന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിലാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുക. ഒന്ന് ഇങ്ങനെയാണ്, ഒരു ബോഡി ഉണ്ട്, അത് നമുക്കൊരു സ്ഫെറിക്കൽ ബോഡി എടുക്കാം. സാധാരണ സ്ഫെറിക്കൽ ബോഡി ആവും ചോദിക്കുന്നുണ്ടാവുക. ഇതിൽ ഇനീഷ്യലി ഉള്ള ചാർജ് Q1 ആണ്, ഇതിൻ്റെ കപ്പാസിറ്റൻസ് C1 ആണ്. അത് കാരണത്താൽ അതിനുണ്ടാവുന്ന ചാർജ് കാരണത്താൽ അതിനുണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 ആണ്. ഇതിൻ്റെ റേഡിയസ് R1 ആണെങ്കിൽ മറ്റൊരു സ്ഫിയർ ഉണ്ടാവും, റേഡിയസ് R2 ആണ്, ചാർജ് Q2 ആണ്. അത് കാരണത്താൽ പൊട്ടൻഷ്യൽ V2, കപ്പാസിറ്റൻസ് C2. ഇനി ഇത് നമ്മളൊരു വയറുമായിട്ട് കണക്ട് ചെയ്താൽ ചാർജ് ഫ്ലോ നടക്കും. അതിനെ പറ്റിയിട്ടാണ് നമ്മൾക്ക് പറയാനുള്ളത്. ഇതിങ്ങനെ ഈ സ്ഫെറിക്കൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണ സർക്യൂട്ടിൽ കാണുന്ന കപ്പാസിറ്ററിലും ഇതേ ചോദ്യങ്ങൾ വരാം. അപ്പോൾ രണ്ടിലും ഒരേ രീതിയിലാണ് ചെയ്യുക. നമ്മൾക്ക് ഇത് നോക്കാം. ആദ്യം നമ്മൾ ആ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് അപ്പൊ നമ്മൾക്ക് മനസ്സിലായ കാര്യം ചാർജ് ഫ്ലോ നടക്കും എന്നായിരുന്നു. ആ ചാർജ് ഫ്ലോ നടക്കുന്നത് ഏത് വരെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ടിൽ ദെയർ പൊട്ടൻഷ്യൽ ബിക്കംസ് ഈക്വൽ. പൊട്ടൻഷ്യൽ ഈക്വൽ ആവുന്നത് വരെയാണ് ചാർജ് ഫ്ലോ നടക്കുക. അല്ലാതെ ആ സ്ഫിയറിന്റെ വലുപ്പം നോക്കിയിട്ട് അതൊന്നും നമ്മൾക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല. പൊട്ടൻഷ്യൽ ഈക്വൽ ആവുന്നത് വരെയാണ് ചാർജ് ഫ്ലോ നടക്കുക. അപ്പോൾ അങ്ങനെ പൊട്ടൻഷ്യൽ ഈക്വൽ ആയാൽ ആ പൊട്ടൻഷ്യലിനെ നമ്മൾ വിളിക്കും കോമൺ പൊട്ടൻഷ്യൽ എന്ന്. കോമൺ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ നേരത്തെ വരച്ച പിക്ചറിൽ ഇനീഷ്യലി ഉണ്ടായിരുന്ന ചാർജ് ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ ചാർജ് കൺസർവേഷൻ എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ചാർജ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം ടോട്ടൽ നോക്കുമ്പോൾ ടോട്ടൽ ചാർജ് വരുന്നത് Q1 + Q2 ആണ്. ഇതാണ് ഇനീഷ്യൽ ചാർജ്. ഇനി ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിലെ ചാർജും മാറിയിട്ടുണ്ടാവും. അതാണ് Q1' + Q2' ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇനീഷ്യൽ ചാർജ് ആണ്, ഇത് ഫൈനൽ ചാർജ് ആണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? Q1 + Q2 = Q1' + Q2' എന്ന് എഴുതാം. ഇനീഷ്യൽ ചാർജ് = ഫൈനൽ ചാർജ് ആയിരിക്കും. ഇനി നമ്മൾക്ക് ഇതിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? Q = CV കൊടുക്കാം. അപ്പോൾ Q1ന്റെ അവിടെ C1 V1 ആദ്യത്തെ പൊട്ടൻഷ്യൽ പ്ലസ് Q2 എന്നുള്ള അവിടെ C2 V2 എന്ന് കൊടുക്കാം. അതാണ് രണ്ടാമത്തെ ആളുടെ ആ ആദ്യത്തെ ഇനീഷ്യൽ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യലാണ്. ഇത് ഫൈനലാണ്. ഫൈനൽ ആകുമ്പോൾ പൊട്ടൻഷ്യൽ സെയിമാ, കപ്പാസിറ്റൻസ് മാറില്ല. C1V + C2V ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ കാണുന്ന V ആണ് കോമൺ പൊട്ടൻഷ്യൽ. അപ്പോൾ ആ കോമൺ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ചോദിച്ചാൽ V = C1 V1 + C2 V2 / C1 + C2 ആണ് വരിക. ഇതാണ് കോമൺ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സംഗതികൾ. ഇനി നമ്മൾക്ക് ഇതിൽ വേണമെങ്കിൽ Q1' കാണാം, Q2' ഒക്കെ കണ്ടുപിടിക്കാം. ഇങ്ങനെ ചാർജ് ഫ്ലോ നടന്നു കഴിഞ്ഞാൽ എത്രയാണ് ആ ഓരോ ബോഡിയിലും ഉണ്ടാവുന്ന ചാർജ് എന്നുള്ളത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ Q1' ആണ് നമ്മൾ കാണുന്നതെങ്കിൽ നോക്കും. ഞാൻ Q1' കാണുമ്പോൾ Q1' എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്ഫിയറിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ കപ്പാസിറ്ററിന്റെ ഇപ്പൊ നിലവിലുള്ള ചാർജ് എത്രയാണ്? അതിന് നമ്മൾക്ക് എന്ത് എഴുതാം? C1V എന്ന് എഴുതാം. ആ C1V എന്ന് പറഞ്ഞാൽ കോമൺ പൊട്ടൻഷ്യൽ ആണ്. നമ്മൾ ആ കോമൺ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നോക്കും. കോമൺ പൊട്ടൻഷ്യൽ C1 V1 + C2 V2 / C1 + C2 ആണ്. ആരാണ് C1 V1 + C2 V2 എന്ന് ചോദിച്ചാൽ അത് അതിന്റെ ടോട്ടൽ ചാർജ് ആണ്. C1 V1 + C2 V2 ആണ് Q1 + Q2 ആണ്. ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് അത് കൺസർവ്ഡ് ആണ്. അപ്പൊ എനിക്ക് ആ കോമൺ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷന്റെ അവിടെ വേണമെങ്കിൽ ടോട്ടൽ ചാർജ് Q1 + Q2 ഞാൻ ഉദ്ദേശിക്കുന്നത് Q / C1 + C2 എന്ന് എഴുതാം. C1 V1 + C2 V2 ഞാൻ ടോട്ടൽ ചാർജ് എന്ന് എഴുതിയാൽ ഈ കോമൺ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ഞാനിവിടെ മാറ്റി കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് Q1' ഇക്വേഷൻ കിട്ടുക ടോട്ടൽ ചാർജ് Q / C1 + C2.
ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പണ്ട് കണ്ടിരുന്നു. പാരലൽ കണക്ഷനിൽ ഓരോ ചാർജുകൾ കാണാൻ അതേ ഇക്വേഷനാണ് വരിക. അപ്പോൾ Q2 ഡാഷ് ഈക്വൽ ടു എന്ത് എഴുതാം? ടോട്ടൽ ചാർജ് ഇൻറ്റു C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഇതാണ് ഇക്വേഷൻസ് വരിക. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് നോക്കൂ. ആദ്യം കോമൺ പൊട്ടൻഷ്യൽ ഇക്വേഷൻ C1 V1 പ്ലസ് C2 V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ആ കോമൺ പൊട്ടൻഷ്യൽ തന്നെ എങ്ങനെ പറയാം? ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കപ്പാസിറ്റൻസ്. ഇനി ഓരോ സ്ഫിയറിനും കിട്ടിയ ചാർജ് ഫ്ലോ നടന്നതിന് ശേഷമുള്ള ചാർജുകൾ Q1 ഡാഷ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് Q ഇൻറ്റു C1 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2, അല്ലെങ്കിൽ Q2 ഡാഷ് ഈക്വൽ ടു Q ഇൻറ്റു C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഇതാണ് ഓരോ കപ്പാസിറ്ററിലും വന്ന ചാർജുകൾ. ഇത്ര ഇക്വേഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയോ? സ്ഫെറിക്കൽ കപ്പാസിറ്റർ ആണെങ്കിൽ ഈ ചാർജുകളെ Q1 ഡാഷ് ഈക്വൽ ടു Q ഇൻറ്റു C1 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 എന്നാണല്ലോ. ഇതിൽ ആ C എന്നുള്ളതിന് സ്ഫെറിക്കൽ കപ്പാസിറ്റർ ആകുമ്പോൾ മാത്രം 4πε0 ആർന്ന് കൊടുക്കാം. അപ്പോൾ 4πε0 എല്ലാത്തും കട്ട് ചെയ്ത് പോയിട്ട് Q ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് വരും. അങ്ങനെയും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ Q2 ഡാഷ് പറയാമല്ലോ. Q2 ഡാഷ് ഈക്വൽ ടു Q ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന ഇക്വേഷനും വരും. അപ്പോൾ നമ്മൾ Q1 ഡാഷും Q2 ഡാഷും ഇൻ ടേംസ് ഓഫ് C കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ ഇൻ ടേംസ് ഓഫ് ആറും കണ്ടുപിടിച്ചു. ഈ ആ ക്യൂകൾ വെച്ചിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തരുടെ പൊട്ടൻഷ്യലുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ പൊട്ടൻഷ്യൽ കാണാം, ഇലക്ട്രിക് ഫീൽഡ് കാണാം, ഒക്കെ ഇതിന് അനുബന്ധമായിട്ട് സർഫസ് ചാർജ് ഡെൻസിറ്റി കാണാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഇനി നമ്മൾ ഇതേ കൺസെപ്റ്റ് തന്നെ നമ്മളെ സാധാരണ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ അപ്ലൈ ചെയ്യുന്ന നേരത്ത് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഇതെങ്ങനെയാ വരുന്നത് എന്നുള്ള ഒരു പിക്ചർ വേണം. ഇതിൽ ബാറ്ററി ഉണ്ടാവില്ല. രണ്ട് ചാർജ്ഡ് കപ്പാസിറ്ററുകളെ ഓർക്കണം. രണ്ട് ചാർജ്ഡ് കപ്പാസിറ്ററുകളെ കണക്ട് ചെയ്യും. ഇതിൽ നോക്കി ഈ സർക്യൂട്ടിൽ ബാറ്ററി ഒന്നുമില്ല. അപ്പോൾ എത്രയാണ് ചാർജ് ഫ്ലോ നടക്കുക? ഇതേപോലെ തന്നെയാണ് ചെയ്യുക. അതിൽ ആ റേഡിയസ് വെച്ചുള്ള ഇക്വേഷൻ പറ്റൂല എന്നേ ഉള്ളൂ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പോസിറ്റീവ് പ്ലേറ്റുമായിട്ടും നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ ഇക്വേഷൻ വരിക. ഇത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ, ഈ പോസിറ്റീവ് അടുത്തതിൻ്റെ നെഗറ്റീവുമായിട്ടാണ് കണക്ഷൻ എങ്കിൽ, പോസിറ്റീവ് നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തതെങ്കിൽ കോമൺ പൊട്ടൻഷ്യൽ ഇക്വേഷൻ C1 V1 മൈനസ് C2 V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. അപ്പോൾ ഈ ഇക്വേഷൻ വരുന്നത് ഇതിലൊരു മാറ്റാണത്. പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തതെങ്കിൽ C1 V1 മൈനസ് C2 V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഈ രീതിയിലാണ് കോമൺ പൊട്ടൻഷ്യൽ വരിക. അപ്പോൾ ഇനി ഇതിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം ഒരാൾക്കുള്ള ചാർജ് Q1 ആണെന്ന് കണ്ടു. അടുത്ത ആൾ ചാർജ് Q2 ആണ്. ഫൈനല് ഒരാൾ ചാർജ് Q1 ഡാഷും അടുത്തത് Q2 ഡാഷും ആണെന്ന് കണ്ടു. ഇതാണ് ഇനീഷ്യൽ സ്റ്റേജ് എങ്കിൽ ഇതിൻ്റെ ഒന്നാമത്തെ ആളുടെ എനർജി ഹാഫ് C1 V1 സ്ക്വയർ ആണ്. അടുത്ത ആളുടേത് ഹാഫ് C2 V2 സ്ക്വയർ ആണ്. ഇതാണ് ഇനീഷ്യൽ എനർജി വരിക. ഇത് ടോട്ടൽ. അപ്പോൾ ഫൈനൽ എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ വരും ഹാഫ് C1 V സ്ക്വയർ പ്ലസ് ഹാഫ് C2 V സ്ക്വയർ. ഇതാണ് ഫൈനൽ എനർജി വരിക. ഇതാണ് ഇനീഷ്യൽ എനർജി വരിക. ഇതിലെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ എടുത്താൽ നിങ്ങൾക്ക് നെഗറ്റീവാണ് വരിക. നിങ്ങൾ ചെയ്ത് നോക്കാം മീൻസ് ചെയ്താൽ വരുന്ന ആൻസർ ഞാനിവിടെ എഴുതി തരാം. ഈ വീക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വി നമ്മൾ മുമ്പ് കണ്ട ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്താൽ കിട്ടിയ ആൻസർ നെഗറ്റീവാണ്. അതിനർത്ഥം ഫൈനൽ എനർജി കുറഞ്ഞിട്ടുണ്ട്. ഫൈനൽ എനർജി കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുമെന്നറിയോ? എനർജി ലോസ് സംഭവിക്കും. രണ്ട് ചാർജ്ഡ് കണ്ടക്ടേഴ്സിനെ നമ്മളൊരു വയറായിട്ട് കണക്ട് ചെയ്താൽ
അവിടെ എനർജി ലോസ് ഉണ്ടാവും. അതിപ്പോൾ നമ്മൾക്കൊന്ന് മനസ്സിലാവണമെങ്കിൽ നമുക്ക് റോഡ് സൈഡിലൂടെ ഒക്കെ പോകണേ 2 ലൈനിൻ്റെ കമ്പികളുണ്ടല്ലോ, ഇതിനിടയിൽ കണ്ടക്ട് ചെയ്യണ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വല്ല നമ്മുടെ പച്ച മരത്തിൻ്റെ കൊമ്പുകളോ അല്ലെങ്കിൽ വല്ല വയറുകളോ ഒക്കെ കണക്ട് ചെയ്തതുകൊണ്ട് തീപ്പൊരി ഉണ്ടാവും നമ്മൾ കാണും. ഇത് എനർജി ലോസ് ആണ്. അപ്പോൾ 2 ചാർജ്ഡ് കണ്ടക്ടേഴ്സിനെ കണക്ട് ചെയ്താൽ അവിടെ എനർജി ലോസ് ഉണ്ടാവും. അത് ഈ പറഞ്ഞ പോലെ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്യാതെ ഇനീഷ്യൽ മൈനസ് ഫൈനൽ ചെയ്യാം, കാരണം ലോസ് ആണ് നമുക്കറിയാം. അപ്പോൾ ആ എനർജി ലോസിന്റെ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്താൽ ഇങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുക. ഹാഫ് C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ഹോൾ സ്ക്വയർ. ഇത് എനർജി ലോസ് ആണ്. എനർജി ലോസിന്റെ ഇക്വേഷൻ ഹാഫ് C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് എനർജി ലോസിന്റെ ഇക്വേഷൻ കിട്ടുക. ഈ V1 V2 ഒക്കെ ആദ്യത്തെ ഇനീഷ്യൽ പൊട്ടൻഷ്യലുകൾ ആണ് കേട്ടോ. ലാസ്റ്റ് കോമൺ പൊട്ടൻഷ്യൽ ഇതിൽ വരുന്നില്ല, അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇനീഷ്യൽ വോൾട്ടേജിന്റെ ടേംസിലാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മൾക്ക് ക്വസ്റ്റ്യൻ വരുന്ന നേരത്ത് ഒരു ചാർജ്ഡ് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു എൻ അൺചാർജ്ഡ് കപ്പാസിറ്റർ. അൺചാർജ്ഡ് കപ്പാസിറ്റർ എന്ന് കേട്ടാൽ അപ്പോൾ അതിന്റെ V2 ഈക്വൽ ടു 0 കൊടുത്താൽ മതി. C1 V1 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 കോമൺ പൊട്ടൻഷ്യലിൽ വരുള്ളൂ. ഇതാണ് ഷെയറിംഗ് ഓഫ് ചാർജസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ വളരെ സിമ്പിൾ ഇക്വേഷൻസ് ആണ് ഓരോന്നും. അതിന്റെ കുറേ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും ചില നേരത്ത്. അപ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പറഞ്ഞു നോക്കുകയാണെങ്കിൽ കോമൺ പൊട്ടൻഷ്യൽ ഇക്വേഷൻ C1 V1 പ്ലസ് C2 V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. അടുത്തത് നമുക്ക് വരുന്നത് ഇത് തന്നെ നമുക്ക് ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് കൊടുക്കാം. ഫൈനൽ ചാർജിന്റെ ഇക്വേഷൻ Q1 ഡാഷ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് ഇൻറ്റു C1 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഫൈനൽ ചാർജ് രണ്ടാമത്തെ നോക്കുമ്പോൾ ടോട്ടൽ ചാർജ് ഇൻറ്റു C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഇങ്ങനെ എഴുതാം. അടുത്തത് നമ്മൾ ഇതിന്റെ എനർജി ലോസിന്റെ ഇക്വേഷൻ കണ്ടിരുന്നു. ആ ഇക്വേഷൻ വന്നത് ഹാഫ് C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ഹോൾ സ്ക്വയർ. ഇതാണ് ഷെയറിംഗ് ഓഫ് ചാർജസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഇക്വേഷൻസ് വരുന്നത്. ഇനി ഇതിലൊരു വല്ലാത്തൊരു കൺസെപ്റ്റ് നമ്മൾ ആ ചാപ്റ്ററിൽ ഇനി നമ്മൾക്ക് ബോർഡ് എക്സാമിന്റെ ആ കേസിൽ പറയാനുള്ളത് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ ഉണ്ടായിരുന്നു. ആ വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ അതിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ് ഈ ഷെയറിംഗ് ഓഫ് ചാർജസിൽ നമ്മൾ പറയാൻ പോണത്. അത് 2 കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആണ്. ആ കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ഒരു വയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നതാണ്. 2 കോൺസെൻട്രിക് സ്ഫിയേഴ്സിനെ ഒരു വയറുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ഇന്നർ സ്ഫിയറിന് ഒരു ചാർജ് കൊടുത്താൽ ഒന്നല്ല എത്ര ചാർജ് കൊടുത്താലും അത് മുഴുവൻ ഔട്ടർ സർഫസിൽ വന്നു നിൽക്കും. ഇത് 0 ആയിട്ട് ആ കൊടുത്ത എല്ലാ ചാർജും ഔട്ടർ സർഫസിൽ വന്നു നിൽക്കും. കാരണം ഒരു വയറുമായിട്ട് കണക്ട് ചെയ്താൽ കോമൺ പൊട്ടൻഷ്യൽ വരണ്ടേ? കോമൺ പൊട്ടൻഷ്യൽ വരണമെങ്കിൽ അത് ഈക്വൽ ആവണം. അപ്പോൾ ഇവിടെ Q ആണെങ്കിൽ ഈ സർഫസിലെ ഞാൻ ഇതൊരു R2 അകത്തത് ഒരു R1 കൊടുത്താൽ സർഫസിലെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ KQ/R2 എന്നാ വരിക. ഇതേ Q കൊണ്ട് അകത്തോ ഇതന്നെയാണ് ആൻസർ വരിക. KQ/R2 ആണ്. സർഫസിൽ അതേ വാല്യൂ ആണ് അകത്തും. അപ്പോ അങ്ങനെ ആവണം. അങ്ങനെ ആവണമെങ്കിൽ സർഫസിലും അകത്തും ഒരേ പൊട്ടൻഷ്യൽ ആവണമെങ്കിൽ എല്ലാ ചാർജും എവിടെ പോകണം? സർഫസിലെത്തണം. ഇതാണ് വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് വന്നിരുന്നത്. അപ്പൊ നമ്മള് ഈ കാര്യം മനസ്സിലാക്കുക. കോൺസെൻട്രിക് സ്ഫിയേഴ്സില് നമ്മുടെ ഇന്നർ സ്ഫിയറിന് ഒരു ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാർജ് ടോട്ടൽ എന്ത് ചെയ്യും? ഔട്ടർ സ്ഫിയറിന്റെ സർഫസിൽ പോയി നിൽക്കും. അപ്പോഴേ 2 സ്ഫിയറിനെയും പൊട്ടൻഷ്യൽ ഈക്വൽ ആവുള്ളൂ. കാരണം അവിടെ ഒരു വയറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. വയറുമായിട്ട് കണക്ട് ചെയ്താൽ ചാർജ് ഫ്ലോ നടക്കും ടിൽ ദെയർ പൊട്ടൻഷ്യൽ ബിക്കംസ് ഈക്വൽ. അങ്ങനെ പൊട്ടൻഷ്യൽ ഈക്വൽ ആവണമെങ്കിൽ എന്ത് ചെയ്യണം?
പുറത്തായിരിക്കണം എല്ലാ ചാർജും. കാരണം പുറത്തത്തെ പൊട്ടൻഷ്യൽ ഈക്വൽ ടു അകത്തത്തെ പൊട്ടൻഷ്യലാണ്. അപ്പൊ അത് ആരുടെ പ്രിൻസിപ്പിൾ ആയിട്ട് കൂടെ വരുന്നുണ്ട്? വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. ഇതാണ് ഷെയറിംഗ് ഓഫ് ചാർജസിൽ വരുന്നത്. അതിൽ ആ എനർജി ലോസിന്റെ ഇക്വേഷൻ ഒക്കെ ശരിക്കും നോക്കുക, കോമൺ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷനും നോക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ അയച്ചു തരാം. അതിന്റെ എല്ലാ ചോദ്യങ്ങളും ചെയ്തിട്ട് ഡൗട്ടുള്ളത് ചോദിക്കാം കേട്ടോ.